നിങ്ങൾ ബിസിനസ് ചെയ്യാൻ നിൽക്കുമ്പോൾ എപ്പോഴും ബിസിനസ്സിന് നിങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അണ്ടറിൽ തന്നെ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് തരം ബിസിനസ് ചെയ്തോട്ടെ, ആദ്യം നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ അണ്ടറിൽ ആ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ വരുന്ന ഏത് ലയബിലിറ്റിയും ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. അതല്ല നിങ്ങൾ ആദ്യം ബിസിനസ്സൊക്കെ തുടങ്ങി അത് സാവധാനം നമുക്കൊരു കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം വരികയാണ്, അല്ലെങ്കിൽ വലിയ ലയബിലിറ്റി വരികയാണെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ലയബിലിറ്റി ആയി മാറും. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വേറെ അസറ്റ്സ് ഉണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾക്ക് വീടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിലോ ഗോൾഡ് ഉണ്ടെങ്കിലോ ഇതൊക്കെ വിറ്റ് നിങ്ങൾ ആ ലയബിലിറ്റി കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതല്ലാതെ ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്പനിയുടെ അണ്ടറിൽ നിങ്ങൾ ആ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കമ്പനിയും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുക. ആ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ കമ്പനിക്ക് വരുന്ന ലയബിലിറ്റി കമ്പനിയുടേതാണ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനും പേഴ്സണൽ അസറ്റ്സിനെ അത് ബാധിക്കൂല എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി ബിസിനസ് ചെയ്യുമ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അണ്ടറിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ബെനിഫിറ്റ്സ് കിട്ടാനും, നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് സെപ്പറേറ്റ് കീപ്പ് ചെയ്യാനും, ഇൻവോയ്സസുകൾ ഇഷ്യൂ ചെയ്യാനും ഒക്കെ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഒന്നും കൂടെ നിങ്ങളുടെ ക്രെഡിബിലിറ്റിനെയും ഒക്കെ കൂട്ടാനൊക്കെ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ട് ഒരു കമ്പനി ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബിസിനസ് ചെയ്യുക, അല്ലാതെ അത് പിന്നീട് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്.